അയ്യോ ഹായ് ഗായ്സ്, വെൽക്കം ടു ഡ്രീം ലൈഫ്. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ എടുക്കാനായിട്ട് തലയിൽ കൈ വെക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളിന്ന് കുറേ ദിവസം അക്കപ്പോൾ വേണ്ട. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ഒരു വ്ളോഗ് എടുത്തിട്ട് കേട്ടോ. നമ്മൾ എപ്പോഴും ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ദിവസം ഗ്യാപ്പായി ഇപ്പോൾ വീഡിയോയ്ക്ക് അല്ലേ. അപ്പോൾ ഞങ്ങളിന്ന് അക്കുവിൻ്റെ അംഗനവാടിയിൽ നാളെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കേക്ക് എന്തായാലും അവിടെ പോയിട്ട് ഓർഡർ ചെയ്യണം. അത് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത് ടീച്ചർ നമ്മളോട് ഓർഡർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഓർഡർ ചെയ്യണം. പിന്നെ എന്തായാലും ക്രിസ്മസ് ഫ്രണ്ടിനെ നമ്മൾ സെലക്ട് ചെയ്യുമല്ലോ സ്കൂളുകളിലാവാനും. അപ്പോൾ ഇപ്പോൾ തന്നെ അവർ തുടങ്ങിയിട്ടുണ്ട്. അംഗനവാടിയിലാകുമ്പോൾ തന്നെ അവർ തുടങ്ങിയിട്ടുണ്ട് ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർക്ക് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങണം എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വരുമ്പോൾ വാങ്ങിയിട്ട് വരണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ വാങ്ങി വരാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ വന്ന് സെലക്ട് ചെയ്തിട്ട് അവൻ തന്നെ വാങ്ങിക്കൊണ്ട് എന്നുള്ള രീതിയിൽ അവിടെ കുഞ്ഞാ കുട്ടിയുടെ ക്രിസ്മസ് ഫ്രണ്ട് ആരാ? എല്ലാരും അല്ല, ഇന്ന് സെലക്ട് ചെയ്ത ആരേനെ? അത് കുട്ടി റമീസ് അല്ല, ഷയോയ്ക്ക് കുട്ടീനെ കിട്ടിയില്ല അല്ലേ? ആനയ്ക്ക് കുട്ടീനെ കിട്ടി, കുട്ടിക്ക് റമീസിനെ കിട്ടി. അപ്പോ സെലക്ട് ചെയ്യണം. അപ്പൊ ഗായ്സ് അങ്ങനെയാണ് കേട്ടോ. അപ്പൊ കണ്ണേട്ടം വാങ്ങിച്ചു വരാന്ന് പറഞ്ഞപ്പോ അവൻ പറയാണ് അവന്റെ ഫ്രണ്ട് അല്ലേ, അവൻ തന്നെ വാങ്ങിക്കാന്ന് കേട്ടോ. അപ്പൊ എന്താ വാങ്ങണ്ടു വെച്ചപ്പോ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ടീച്ചർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞു കുട്ടികളല്ലേ, അപ്പൊ ചെറിയ വല്ല ഗിഫ്റ്റുകളും വാങ്ങിയാൽ മതി കേട്ടോ. നമുക്ക് ഭയങ്കര വലിയ ഗിഫ്റ്റ് ഒന്നും വാങ്ങണ്ട, കുഞ്ഞു വല്ല ഗിഫ്റ്റുകൾ അവർക്ക് ഹാപ്പി ആവണ എന്തെങ്കിലും ഗിഫ്റ്റുകൾ വാങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അവന് പറ്റിയ എന്തെങ്കിലും ബുക്ക്, അപ്പോൾ എന്താ പ്ലാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല പെൻസിലോ ബുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്നാണ്. അവനും അതാ പറഞ്ഞിട്ടോ. അവനോട് ചോദിച്ചു എന്താ വാങ്ങണ്ടതെന്ന് ചോദിച്ചു കേട്ടോ മേമി. അപ്പോൾ അവൻ പറയാണ് കളർ പെന്ന് വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞു അല്ലേ എണ്ണ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും വാങ്ങി വരാട്ടോ. ഞാൻ വാങ്ങി വന്നിരുന്നേ. ഞാനിവിടെ അവിടുന്ന് ഷോപ്പിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ വീണ്ടും രണ്ടാമത് കൊണ്ടുപോകുക. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഉണ്ടോ? അപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങളിതാ സ്ഥലത്തെത്തിയിട്ടോ. നമ്മൾ ഒറ്റപ്പാലത്തെ മദർ കയറിക്കാൻ പോട്ടെ. അവിടെ എല്ലാം കിട്ടും, അവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല ഗായ്സ്. ഇപ്പോഴാണെങ്കിൽ ഭയങ്കര തിരക്കാണ്. എല്ലായിടും ക്രിസ്മസിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഗായ്സ്. നല്ല രസമുണ്ട്. ഇവിടെ പൂമ്പളും ചുമപ്പും വെള്ളിയൊക്കെ ആയിട്ട് നല്ല എന്താ പറയുക, ഡിസംബർ മാസം അടിപൊളിയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ അക്കു ഇവിടെ വന്നിട്ട് അക്കു എന്തൊക്കെയോ പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മറന്നു തോന്നുന്നു. അവന് ഗിഫ്റ്റ് എടുക്കാനെന്നുള്ള ഓർമ്മയാണ് അവന്. അല്ലാതെ അവൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് തരാനുള്ള അവൻ തെരച്ചിലുണ്ടോ തോന്നുന്നു. നിങ്ങൾ വിചാരിക്കും അവൻ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് തരികയാണ്. ഒരിക്കലല്ല ഗൈസ്, അവന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനിക്ക് തോക്ക് വേണം, അത് വേണം, ഇത് വേണം അങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്രാവശ്യം എന്തോ അറിയില്ല, ഡാഡ ഒന്നും വാങ്ങിക്കൊടുത്തില്ല. കാരണം അവൻ അത്രയധികം ടോയ്സ് വാങ്ങിക്കൊണ്ടിട്ടുണ്ട് ഓരോ ദിവസം. അപ്പോൾ ഞാൻ അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പി വെച്ച് കൊടുത്തപ്പോൾ അവന് സന്തോഷമായിട്ടോ ഗൈസ്. പക്ഷെ എന്നാലും അവൻ ആ ഒരു തോക്ക് കണ്ടിട്ട് അതിൽ ഉന്നം വെച്ച് നടക്കായിരുന്നു. അത് വേണം പറഞ്ഞിട്ട് ഇടയ്ക്ക് മറക്കും, പിന്നെ അത് ഓർമ്മ വരും, ഇടയ്ക്ക് മറക്കും അത്. അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇത് കളർ പെൻസിലും ബുക്കും ഒക്കെ എടുക്കാം, നല്ല കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആയത് എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ നോക്കുമ്പോൾ പിന്നെ എനിക്ക് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഐഡിയ തോന്നി അവർക്കതൊക്കെ കൊടുത്ത സന്തോഷമാവും. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. ബോയ്സ് അവന് കിട്ടിയത് റമീസാണ്. അതൊരു പാവം കുട്ടിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അവന് ഭയങ്കര നല്ല എന്തെങ്കിലും കൊടുക്കുക. ഇത് നല്ലതല്ല എന്നല്ല, കുട്ടികൾക്ക് ഇപ്പോൾ ഇത് അംഗനവാടികളിലുണ്ട് ഒരുപാട്, പ്ലേ സ്കൂളിൽ തന്നെ അവരത് വെച്ച് കളിക്കണമെങ്കിൽ കണ്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും ടോയ് വാങ്ങിക്കൊടുക്കുന്നത്. പെട്ടെന്നാണ് എനിക്ക് ഐഡിയ തോന്നുന്നത് ഒരു ടോയ് വാങ്ങിക്കൊടുക്കാന്ന്. അപ്പോൾ എനിക്കിഷ്ടമായത് JCB, കണ്ണേട്ടന് ഇഷ്ടമായത് പോലീസ് ജീപ്പ്. അപ്പം ഞാൻ വിചാരിച്ചു ബോയ്സ് അല്ലേ, അപ്പോൾ അവർക്ക് പോലീസ് ജീപ്പൊക്കെ ഇഷ്ടമാവുമെന്ന് വിചാരിച്ചു അതെടുത്തു കേട്ടോ. അതിന് ശേഷം അക്കു അവിടെ നിന്ന് വീണ്ടും കരച്ചിലൊക്കെ എങ്ങനെയൊക്കെ ഞാൻ അവനെ കരച്ചിൽ മാറ്റി പുറത്തേക്ക് വിടുന്നു. അപ്പോൾ അവനെ ക്രിസ്മസ് ട്രീയും അതത്തെ ഓരോ ഗിഫ്റ്റും ഒക്കെ കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ അവൻ മറന്നിട്ട് ഉള്ളിലേക്ക് തന്നെ കയറി പോവാണ് കേട്ടോ ഗായ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു മിൽക്കി ബാറിന് വേണ്ടി അവിടെ യുദ്ധം നടക്കുകയാണ് കേട്ടോ. അവൻ വാങ്ങിയ മിൽക്കി ബാർ ആണെങ്കിൽ പകുതിക്ക് തരണം. നോക്കുമ്പോൾ അത് ഫുള്ള് പൊട്ടിപ്പോയിണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതാ വേറൊരു കൈകൾ വന്നിട്ടുണ്ട്. ഇവിടെ എന്ത് വാങ്ങിയാലും എല്ലാവർക്കും ഷെയർ ചെയ്യണം ഗൈസ്. ഞാൻ ചെറിയ കുട്ടിയാന്നുള്ള വിചാരം ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കുമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മിൽക്കി ബാറൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അവന് ഓർമ്മ ഉണ്ടായിരുന്നു തോക്ക് വേണം കേട്ടോ. അത് മറപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പെടാപ്പാടുപെട്ടു ഗൈസ്. എന്നാലും അവനത് മറക്കുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് കണ്ടിട്ട് നമുക്ക് രുചി ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മസാല ദോശ, നെയ് റോസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഹോട്ടലിൽ അടയ്ക്കാറായിട്ട്
ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ നെയ് റോസ്റ്റ് എന്ന് കേട്ടതും ചാടി വീണു. ഇതാക്കു പറയുന്നുണ്ട് എന്താ ദോശ വരാത്ത. അവനാണെങ്കിലും ക്ഷമ എന്ന് പറയുന്നത് ഒട്ടുമില്ല. എനിക്കാണല്ലോ ക്ഷമ കൂടുതലായിട്ട് വേണം ഗൈസ്. അവൻ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു, എന്താ വരാത്തതെന്ന് പറഞ്ഞിട്ടോ. വെറുതെ കഴിക്കുമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇപ്രാവശ്യത്തെ ഞാൻ എപ്പോഴും നല്ലതല്ല നിങ്ങളോട് പറയാറ്. പക്ഷേ ഇപ്രാവശ്യത്തെ അട്ട ഫ്ലോപ്പായിരുന്നു ഗൈസ്. നെയ് റോസ്റ്റ് എന്ന് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ വായത്തെ വെള്ളമൊക്കെ പറ്റി. അപ്പം ഞാനിത് വന്നിട്ട് അവരോട് പറയും ചെയ്തു കേട്ടോ, ഞാനിവിടെ നെയ് റോസ്റ്റ് എന്ന് പറഞ്ഞ് വന്നിട്ട് നിങ്ങൾ തന്നത് ഇപ്രാവശ്യം നെയ് റോസ്റ്റ് അല്ലാന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കേട്ടോ. ഗൈസ് ഇവിടെ രസം ഉണ്ടായത് വീഡിയോ കഴിഞ്ഞതിന് ശേഷം കണ്ടിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതിൽ പറഞ്ഞു തരുന്നില്ല. അപ്പം അത് ആ രസവും ഞങ്ങളുടെ കുറച്ചതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ സ്വന്തം കേക്ക് ലേക്സ്ക്ക് പോയിട്ടോ. അപ്പം അത് അവിടെ ചെന്നിട്ട് ക്രിസ്മസിന് ഇവർക്കുള്ള കേക്കൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു കേട്ടോ. അവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ അംഗനവാടിയിൽ നിന്ന് എന്നെയാണ് കേക്ക് വാങ്ങാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതാ അവിടുന്ന് കേക്കൊക്കെ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ക്രിസ്മസിന് നമുക്കൊരു ഡ്രസ്സ് ഉണ്ടല്ലോ വൈറ്റും റെഡും. അപ്പം ഇവന് വൈറ്റും റെഡും ഉണ്ട്, പക്ഷെ റെഡ് ട്രൗസർ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനൊരു ട്രൗസർ തപ്പി ഇങ്ങനെ നടന്നു. അങ്ങനെ ദൈ ഒരു കുഞ്ഞി കടയിൽ നിന്ന് കിട്ടിയിട്ടോ ട്രൗസർ. നമ്മൾ വലിയ വലിയ കടകളിൽ പോയിട്ട് തരട്ടോ ഒരു കാര്യമില്ല ഗായ്സ്. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കടകളിൽ നമുക്ക് ആവശ്യപ്പെട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കർച്ചീഫും വാങ്ങി ഗായ്സ്. നല്ല സോഫ്റ്റ് കർച്ചീഫ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അക്കൂനാണെങ്കിലോ കണ്ടിട്ട് എപ്പോഴും എൻ്റെ അടുത്ത് പറയാം അവൻ്റെ മൂക്കിൽ മുറിവാന്ന് കർച്ചീഫ് ഉപയോഗിച്ചിട്ട്. അത് മറ്റേ ഇവിടുന്ന് ഏതോ ഒരു ഇവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടിയ കർച്ചീഫാണ്. അപ്പൊ അതിന് ശേഷം ഇതാ വന്നു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഡ്രസ്സ് കഴിഞ്ഞ കൊല്ലത്ത് ഉണ്ടായിരുന്നു അമ്മമ്മ വാങ്ങിക്കൊടുത്തത്. അപ്പൊ ഇതാ അവൻ അതൊക്കെ ഇട്ടു. അവ ഇട്ടിട്ട് പിന്നെ ഭയങ്കര ഷോ ഓഫ് ആയിരുന്നു, അത് ഊരണേ ഉണ്ടായിരുന്നില്ല ഗായ്സ്. അങ്ങനെ കുറച്ച് അവന്റെ ഷോ നിങ്ങൾ കണ്ടോളൂ. ഗായ്സ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിട്ടോ. വീട്ടിലെത്തിയിട്ട് ഇത് അവിടെ ക്രിസ്മസ് അപ്പൂപ്പന്റെ ഒരു അംഗത അപ്പൊ കഴിഞ്ഞത് സമയത്രേ 9 മണിയായി. ഒന്നും വാങ്ങിയില്ല. പക്ഷെ അവിടെ ഇതിന്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി ഗായ്സ്. ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. എന്തുണ്ടായി? ഞങ്ങളെ റോസ്റ്റ് കഴിക്കാൻ കയറിയില്ലേ, റോസ്റ്റ് കഴിച്ചെല്ലാം കഴിഞ്ഞ് ചേട്ടാ QR കോഡ് തരുക പറഞ്ഞപ്പോൾ QR കോഡ് ഉണ്ടായിരുന്നില്ല അവിടെ ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ അവരത് മാറ്റി വെച്ചതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തിരക്കധികം ആവുന്ന സമയത്ത് വെജിറ്റേറിയൻ ആണല്ലോ, ഭയങ്കര ഫുഡ് ചോറ് കഴിക്കാൻ ഭയങ്കര ക്രൗഡഡ് ആവുത്രേ. അപ്പൊ അവിടുന്ന് അവര് ജസ്റ്റ് ഗൂഗിൾ പേ ചെയ്യുന്ന സമയത്ത് അത് സ്ക്രീൻഷോട്ടും അതിന്റെ സൗണ്ടൊന്നും അവിടെ വരില്ലല്ലോ. അപ്പൊ അത് ഞാൻ സ്ക്രീൻഷോട്ട് ജസ്റ്റ് കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ കുറെ പൈസ അവരെ പറ്റിക്കുന്നുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞ കാരണം അവർ GP ഒഴിവാക്കി. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പണി കിട്ടി. എൻ്റെ കയ്യിൽ ATM ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ ATM ഉണ്ടായിരുന്നു. ബായം കൊണ്ട് ഗോപിയുടെ ATM എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതുകൊണ്ട് എടുത്തു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. കുറച്ചു നേരം വരെ ഞങ്ങൾ അവിടെ പോസ്റ്റ് ആക്കിയെങ്കിലും ഒരു 10 മിനിറ്റ് പോസ്റ്റ് ആയിട്ടുണ്ടാവൂലേ. പരിചയം തന്നെയാണ്. നമ്മള് ഡെയിലി അല്ല പോകുന്ന അധികം സമയം പോകാറുണ്ട്. അപ്പൊ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും അവര് നമ്മൾക്ക് നല്ല മനസ്സുകൊണ്ട് പറഞ്ഞു കേട്ടോ, അയ്യോ കുഴപ്പമില്ല മക്കളെ, എപ്പോഴും ഇവിടെ വരണല്ലേ, പൊക്കോളൂ, നാളെ കൊണ്ടുവന്നാ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളത് ചെയ്ത് ശരിയല്ലല്ലോ. അടയ്ക്കണ നേരത്ത് പോയിട്ടാ നമ്മള് കഴിച്ചത്. അപ്പൊ അവര് ക്ലോസ് ചെയ്യാറുണ്ടോ? അപ്പൊ പെട്ടെന്ന് അവരുണ്ടാക്കി തന്നു. പിന്നെ എന്തായാലും പെട്ടെന്ന് ഉണ്ടായി തന്നാലും അട്ട ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ പ്രാവശ്യം. അവരോട് പറയുകയും ചെയ്തു. അവര് നമ്മളെ സഹായിച്ചങ്ങനെ ഓപ്പണായിട്ട് പറയണ്ടൊക്കെ പറയുന്ന ആളാണ്. ഞാൻ പറഞ്ഞത് എന്ത് നെയ് റോസ്റ്റ് ആണ്, നെയ് റോസ്റ്റ് ഫാൻസ് ആയിട്ട് വന്നിട്ട് നെയ് റോസ്റ്റ് പോരായിരുന്നു കേട്ടോ. അവള് നെയ് റോസ്റ്റ് കഴിക്കണേ പറഞ്ഞിട്ട് അംഗം വിട്ടായിരുന്നു. അപ്പൊ കഴിച്ചപ്പോ അങ്ങനെ പിന്നെ ചമ്മന്തി ചമ്മന്തി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളപ്പോ ഞങ്ങള് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അക്കോട്ട് നാളെ ക്രിസ്മസ് അപ്പൂപ്പനാണ് അത് അവിടുത്തെ. അപ്പൊ അവന് ഓൾറെഡി കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ അങ്ങനെ ഒന്നും എടുക്കേണ്ടി വന്നില്ല. പിന്നെ തൊപ്പി മാത്രം വാങ്ങേണ്ടി വന്നുള്ളൂ കേട്ടോ. അത് പിന്നെ എല്ലാരും വാങ്ങാൻ പറഞ്ഞു ടീച്ചർ. പിന്നെ നമ്മള് ഫ്രണ്ടിന് ഒരു ജീപ്പാണ് കേട്ടോ വാങ്ങിയത്. അപ്പൊ ആദ്യം നമ്മള് വാങ്ങിയത് പെൻസിലും ബുക്കൊക്കെ വാങ്ങിട്ടോ. അപ്പൊ നമുക്ക് കണ്ടായിട്ട് പറഞ്ഞു അങ്ങനത്തെ വല്ല ഉപകാരമുള്ളതൊക്കെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനത്തെ വാങ്ങി. പക്ഷെ പിന്നെ എന്റെ മനസ്സിൽ കുട്ടികളാണല്ലോ, അപ്പൊ അവർക്ക് അവിടെയൊക്കെ വരയ്ക്കാനൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. എന്റെ വീട്ടിലും വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും. ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്നാലും ഈ ബോയ്സിന് പ്രത്യേകിച്ച് ജീപ്പ് പോലീസിനോടൊക്കെ ഭയങ്കര അല്ലേ. പക്ഷെ ഇത് അക്കുനെ ഇട്ടേ കൂടി റമീസ് ഭയങ്കര പാവാണ് കേട്ടോ. സത്യം കേട്ടോ. അങ്കനവാടിയിൽ വന്ന മുതല് അനിയത്തി അങ്കനവാടിയിലെ കുട്ടികളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ പോലും അവള് ഫോട്ടോ കണ്ടിട്ട് പറയും കുട്ടി എന്ത് പാവാണ്. ഇപ്പൊ അക്കുവിനെ പറയാ റിമീസ് ഒറ്റയ്ക്കാ കളിക്കുള്ളൂ. അപ്പൊ എനിക്ക് തോന്നി അവന് ചിലപ്പോ ഇരുന്ന് വരയ്ക്കാനൊക്കെ തന്നെ ഇഷ്ടം. പക്ഷെ അവന് കുറച്ചുകൂടെ ഹാപ്പി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് നാളേക്കുള്ള പ്രാക്ടീസ് ആണ്. അപ്പൊ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അപ്പൊ ഞങ്ങൾ അവന് വാങ്ങിച്ചു കൊടുത്തത് ഒരു ജീപ്പാണ്, പോലീസ് ജീപ്പാണ് കേട്ടോ. അപ്പൊ നാളെ സെലിബ്രേഷൻ. ഇതൊന്നും ഊരി വെക്കില്ല ഗൈസ്. അതുകൊണ്ട് ആകെ കുടുങ്ങിയത്. ചാടി
വല്ല ഉരിപ്പിക്കട്ടെ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ. നാളെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ എന്തായാലും വീഡിയോ എടുക്കൂട്ടോ ഗൈസ്. ബൈ.